മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, അതിലെ ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് 5 എണ്ണമാണുള്ളത്. ഓരോന്നായിട്ട് നമ്മൾ നോക്കും. ഇന്ന് നമ്മൾ പ്ലാനിങ് ആണ് നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, അതായത് മാനേജ്മെൻറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങൾ മെയിനായിട്ട് 3 തിയറികളാണ് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, പലരും മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൽ തിയറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ സിലബസിൽ നമുക്ക് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ 5 എണ്ണമാണ് നമുക്ക് സിലബസിലുള്ളത്. അതാരുടെ തിയറിയാണ് എന്ന് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. കൂൺസ് ആൻഡ് ഓഡോണൽ എന്ന് പറയുന്ന 2 തിയറിസ്റ്റുകളാണ് എന്ത് POSDC തിയറി. പ്ലാനിങ്, P പ്ലാനിങ് ആണ്, O ഓർഗനൈസിങ്, S സ്റ്റാഫിങ്, D ഡയറക്റ്റിങ്, C കൺട്രോളിങ്. ഈ 5 കാര്യങ്ങളിലൂടെയാണ് എന്ത് മാനേജ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, സോ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തിയറി കൂൺസ് ആൻഡ് ഓഡോണലിൻ്റെ ആണ്. സോ നിങ്ങൾ ഇത് പഠിച്ചിരിക്കുക, ആരാണ് ഈ തിയറി തന്നതെന്നുള്ളത്. ഓക്കെ, നമ്മളിതിലെ ഓരോ ഫങ്ഷൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട്, ചിലത് എന്താ പറയുക, പ്ലാനിംഗ് ഒക്കെ ഒരു ഫുൾ ക്ലാസ് ആയിരിക്കും. ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഇതിന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. ഇതല്ലാതെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് തന്നിട്ടുള്ള 2 തിയറിസ്റ്റുകളുടെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഹെൻറി ഫയോളാണ്. ഹെൻറി ഫയോളിൻ്റെ ഒരുപാട് തിയറികൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, എവല്യൂഷൻ ഓഫ് മാനേജ്മെൻ്റ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല തിയറികളും നമ്മൾ കാണും. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം എന്താണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് പറഞ്ഞത്? ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ഓർഗനൈസ്, കമാൻഡ്, കൺട്രോൾ. അതായത് മുന്നേ കൂട്ടി കാണുക, അതിനെ പ്ലാൻ ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യുക, കമാൻഡ് ചെയ്യുക, അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, പ്രോപ്പറായിട്ട് അതിനെ നിയന്ത്രിക്കുക അഥവാ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഈ 5 ഫങ്ഷൻസ്, ഈ 5 അല്ല, ഇത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. 5 ഫങ്ഷൻസ് പറയാം, 4 പറയാം. ഇത്രയും കാര്യങ്ങളാണ് ആര് പറഞ്ഞത്? ഹെൻറി ഫയോൾ പറഞ്ഞത്. നമുക്ക് വേണ്ടത് മെയിൻ ഫങ്ഷണൽ തിയറി ആരുടെയാണ്? കൂൺസ് ആൻഡ് ഓഡോണലിൻ്റെ 5 ഫങ്ഷൻസിൻ്റെ തിയറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ POSDC എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ലൂതർ ഗുള്ളിക്സിൻ്റെ തിയറിയാണ്. അദ്ദേഹം പറഞ്ഞത് POSDCORB. ഓക്കെ, POSDCORB. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇതിൽ ആദ്യത്തെ 4 എണ്ണം സിമിലറാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് വരെയുള്ളത്. ഇതിൽ നമ്മൾ എന്താ പറയുക, ഇവിടെ ഓൾറെഡി കണ്ട സാധനങ്ങളൊക്കെയാണ് വരുന്നത്, POSD വരെ. പക്ഷേ ഇവിടുത്തെ C വേറെയാണ്, കോർഡിനേറ്റിംഗ് ആണ് ഇവിടെ വരുന്നത്. നേരത്തെ നമുക്കത് എന്തായിരുന്നു? കൺട്രോളിംഗ് ആയിരുന്നു. പിന്നെ 6 റിപ്പോർട്ടിങ്, B ബഡ്ജറ്റിങ്. കോർഡിനേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക, ഒരുമിച്ച് കൊണ്ടുപോവുക. റിപ്പോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്ന് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം റിപ്പോർട്ടുകൾ നമ്മളുടെ അടുത്ത് വരും. ആ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് റിപ്പോർട്ടിംഗ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, അതായത് നമ്മളതിനെ മണി ടേംസിൽ കൺവേർട്ട് ചെയ്യും നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളെയും, അതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ ലൂതർ ഗുള്ളിക്സിൻ്റെ POSDCORB തിയറി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആരാണ് ഈ തിയറി തന്നത്, എന്ത് തിയറിയാണ്, ഇതിൽ ഓരോ വാക്കും എന്താണെന്നുള്ളത് ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, മാറിപ്പോകരുത്. അതുപോലെ നമ്മളിനി മുന്നോട്ട് നോക്കാൻ പോകുന്ന ആരുടെയാണ്? കൂൺസ് ആൻഡ് ഓഡോണലിൻ്റെ തിയറിയാണ്. ഹെൻറി ഫയോളും ഇതിലൊരു തിയറി തന്നിട്ടുണ്ട്. അദ്ദേഹം അത്രത്തോളം പ്രധാനപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറി ഏതാണെന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, സോ മാനേജ്മെൻറ്റ്, നമ്മൾക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക, അതിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണുള്ളതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ്. നമ്മൾ കണ്ടല്ലോ 5 ഫങ്ഷനിലെ POSDCയിലെ ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാനിങ്. പ്ലാനിങ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തിയറി പറഞ്ഞ ആൾ തന്നെ എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല ഡെഫിനേഷൻ ഉണ്ടോ നമുക്ക്? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൗ ടു ഡു. അതായത് മുന്നേ കൂട്ടി നമ്മൾ തീരുമാനിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്, അതായത് വാട്ട് ടു ഡു, എപ്പോഴാണ് ചെയ്യേണ്ടത്, വെൻ ടു ഡു, ഹൗ ടു ഡു, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ 3 കാര്യങ്ങളെ മുന്നേ കൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് പ്ലാനിങ് എന്ന്.
പിന്നെ അത് കുറച്ച് ടെക്നിക്കലായിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ഇതാണ് പ്ലാനിങ്. എന്ത്, എങ്ങനെ, എപ്പോൾ ചെയ്യണം എന്നുള്ളത്. അത് നമ്മളെ നമുക്ക് എന്ത് പ്രയോജനമാണ് തരുന്നത്? ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ഫ്രം വെയർ വി ആർ. നമ്മൾ എവിടെയാണോ അതും നമ്മൾക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത്, ഇത് തമ്മിലുള്ള ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യുന്നത് എന്താണ്? പ്ലാനിങ് ആണ് നമ്മുടെ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യുന്നത്. എവിടെ നിന്ന് നമ്മൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു ആ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യുന്നത്, ആ ഗ്യാപ്പുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കുന്ന, രണ്ട് കാര്യങ്ങളുടെ ഇടയിലെ ഗ്യാപ്പ് ഇല്ലാതാക്കുന്നതാണ് പ്ലാനിങ്. ഓക്കെ, സോ പ്ലാനിങ്ങിൽ നമ്മൾക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫോർകാസ്റ്റിങ്, ഒന്ന് ഫോർത്തോട്ട്. ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നടക്കാൻ പോകുന്ന ഒരു കാര്യം ഇപ്പോഴേ നമ്മൾ ആലോചിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ജ്യോത്സ്യന്മാരൊക്കെ എന്താ ചെയ്യുന്നത്? ഫോർകാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. മുന്നേ നാളെ ഇനി ഇങ്ങനെ സംഭവിക്കും എന്ന് പറയില്ലേ, അതാണ് ഫോർകാസ്റ്റിംഗ്. ഫോർത്തോട്ട് എന്ന് വെച്ചാൽ മുന്നേ കൂട്ടിയുള്ള വിചാരം, ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ മുന്നേ ചിന്തിക്കുന്നതിനെയാണ് പറയുന്നത്. സോ ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷന് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിച്ച് അതിനു വേണ്ടി കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്ത് പ്രവർത്തിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ്. സോ നമുക്ക് പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഏത് കാര്യം എങ്ങനെ എപ്പോൾ ചെയ്താലാണ് നമ്മുടെ കമ്പനി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുക എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാനിങ് ഏത് തരത്തിലുള്ളൊരു പ്രവൃത്തിയാണ്, അതാണ് പ്ലാനിങ്ങിൻ്റെ നേച്ചർ. ഓക്കെ, പ്ലാനിങ് ഒരു പ്രൈമറി ഫങ്ഷനാണ്. അതായത് വളരെ പ്രാഥമിക ഘട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ സ്റ്റെപ്സ് നോക്കിയപ്പം ഏത് ഓർഡറിലാണ് ഈ സ്റ്റെപ്സ് പോകുന്നത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, POSDC എന്നുള്ള ഓർഡറിലല്ലേ പോകുന്നത്. അപ്പോൾ ആദ്യം വരുന്നതാണ് പ്ലാനിങ്. ഓക്കെ, പ്ലാനിങ് അതുകൊണ്ടൊരു പ്രാഥമികമായിട്ടുള്ളൊരു ഫങ്ഷനാണ്. റിസൾട്ട് ഓറിയൻറ്റഡ്. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? നമുക്ക് കമ്പനിക്ക് എന്ത് ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നോ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്ലാനിലുള്ളത്. അതുകൊണ്ടത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്, കണ്ടിന്യൂസ് ആണ്. ഒരു കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ അതിന് എത്തേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ വന്നിട്ട് പെർവേസീവ് ആണ്. പെർവേസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉള്ളതിനെയാണ് നമ്മൾ പെർവേസീവ് എന്ന് പറയുന്നത്. എല്ലായിടത്തും അത് പ്രസൻ്റാണ്. ഓക്കെ, കമ്പനിയുടെ മുകളിൽ തൊട്ട് താഴെ വരെ അത് പ്രസൻ്റാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആണ്, അതെപ്പോഴും പ്രസൻ്റാണ്. ഓക്കെ, അതുകൊണ്ട് പ്ലാനിങ് പെർവേസീവായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. പിന്നെ ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ്ങിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. ഇന്ന കാര്യം ഇങ്ങനെ ആയിരിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഇതെല്ലാം തീരുമാനങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് MCQ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്ലാനിങ്ങിൻ്റെ നേച്ചർ ഇതിൽ ഏതാണല്ലേ? ഇതിൽ പ്ലാനിങ്ങിൻ്റെ നേച്ചർ അല്ലാത്തത് എന്താണ്? പ്ലാനിങ് കണ്ടിന്യൂസ് ആണോ, റിസൾട്ട് ഓറിയൻറ്റഡ് ആണോ, അല്ലയോ? ഓക്കെ, സോ ഡിസിഷൻ മേക്കിംഗ് അതിൽ ഇൻവോൾവ് ആണ്. പ്ലാനിങ് ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു ഗവൺമെൻറ് കുറേ നിയമങ്ങൾ മാറ്റി, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്പനിയുടെ പ്ലാനുകൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. പ്ലാനിങ് ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പുറത്തു നിന്നുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ, ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ, നമ്മൾ എത്ര സ്റ്റാഫുണ്ട്, നമ്മുടെ എത്ര പൈസയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്ത് പ്ലാനിങ് നടക്കുക. ഓക്കെ, പിന്നെ ഇൻ്റലക്ച്വൽ ആണ്. അതായത് ബുദ്ധിപരമായ ഒരു പ്രക്രിയയാണ്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. ഇതല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും വാക്കുകൾ ചോദിച്ചെന്ന് പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും വകഭേദങ്ങളായിരിക്കും ചോദിക്കുക. സോ ഇത്ര നിങ്ങൾ ഈ ഒരു 8 ഫീച്ചേഴ്സ് അല്ലെ 8 നേച്ചർ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ പ്ലാനിങ്ങിനെ പറ്റി ചോദിച്ചാലും ചെയ്യാൻ പറ്റും. പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ നമ്മൾ ഏകദേശം ഒരു രൂപരേഖ കവർ ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. പ്ലാനിങ്ങിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വരുന്നതെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ, ഏതൊക്കെ സ്റ്റെപ്സ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കും. നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം എന്താണ്? ഓക്കെ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ, അല്ലേ?
ഇപ്പോൾ നമുക്ക് വിചാരിക്കാം നമ്മൾ ഈ കൊല്ലം 500 കാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യാണ്, നമുക്ക് അടുത്ത കൊല്ലം 1000 കാറ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, അതനുസരിച്ചിട്ടാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. സോ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും നിന്നും നമ്മളെ ബാധിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. നമ്മുടെ ചുറ്റുപാടുകൾ, പിന്നെ പല അസംഷൻസും നമ്മൾ മേക്ക് ചെയ്യും. ഇതിങ്ങനെ ആയിരിക്കാം, അതങ്ങനെ ആയിരിക്കാം, ഇതെല്ലാം ചേർന്നിട്ട് വരുന്നതാണ് എന്ത്, പ്രിമൈസുകൾ. നമ്മൾ എന്തൊരു പരിസ്ഥിതിയിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കും. നമ്മൾ തീരുമാനിക്കുന്നതിലുപരി നമ്മളത് കണ്ടുപിടിക്കും, നമ്മൾ ഏത് പ്രിമൈസിലാണെന്നുള്ള ആ പ്രിമൈസ് നമ്മൾ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പം കാറ് പ്രൊഡ്യൂസ് ചെയ്യണം, പക്ഷെങ്കിൽ എൻ്റെ അടുത്ത് അത്രയും ലേബർ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അത്രയും മണി ഉണ്ടോ ഇല്ലയോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിച്ചിട്ടായിരിക്കും മുന്നോട്ടുള്ള എൻ്റെ ആക്ഷൻ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ആലോചിക്കും. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു, ചുറ്റുപാടുകൾ നമ്മൾ നോക്കി, ഇനിയും ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് പല പല രീതിയിൽ നമുക്ക് നമ്മളുടെ ഈ ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുമായിരിക്കും. ഓക്കെ, ആദ്യത്തെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം അമേരിക്കയിൽ നിന്നൊരു മെഷീന് എന്താ പറയുക ഇമ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം നമുക്ക് പുതിയ കാറുകൾ എന്ന് തീരുമാനിക്കുന്നു. രണ്ടാമത്തെ ഞാൻ തീരുമാനിക്കുന്നു, ഇല്ല നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ മെഷീൻ എടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്നു നമ്മൾ ഉള്ള മെഷീൻ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ലേബർ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ കുറേ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഇനി കാർ ഉണ്ടാക്കാൻ, കൂടുതൽ 500 കാർ ഉണ്ടാക്കാൻ, 500 നമ്മൾക്ക് 1000 ആക്കാൻ പല 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 വഴികളുണ്ട്. സോ ഏതൊക്കെ വഴികളുണ്ടെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, നമ്മൾ തിരിച്ചറിയും. ഓക്കെ, അതിനുശേഷം ഇതിനെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതായത് ഇതിനെ നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ അമേരിക്കയിൽ നിന്ന് മെഷീൻ കൊണ്ടുവരണോ, ഇന്ത്യയിൽ നിന്ന് മെഷീൻ കൊണ്ടുവരണോ, അല്ല മെഷീൻ വേണ്ട, ഉള്ള മെഷീന് ലേബറിനെ ഇനിയും തൊഴിലാളികളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് നമ്മൾ കൂടുതൽ പണിയെടുപ്പിച്ചിട്ട് നമ്മൾ ചെയ്യണോ, ഇതിനെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതായത് നമ്മൾ ചെക്ക് ചെയ്യും ഇതിൽ ഏതാണ് നല്ലതെന്ന്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൽ നിന്നൊരെണ്ണം എന്ത് ചെയ്യും, ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത പ്ലാനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ഫോളോ അപ്പ് ചെയ്യും. ഫോളോ അപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ശേഷം അത് ശരിയായിട്ട് വന്നോ, ശരിയായിട്ട് വന്നില്ലേ, എത്രത്തോളം അതിൽ തിരുത്തൽ വേണം, അല്ലെങ്കിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരണം. സോ ഇങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഈ ഓർഡർ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ചോദിക്കാം എന്താണ് ആദ്യത്തെ പ്ലാനിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുക. ആ ചുറ്റുപാടുകൾക്കാണ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ആ ചുറ്റുപാടുകളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏതൊക്കെ വഴി നമുക്ക് മുന്നിലുണ്ടെന്ന് നോക്കുക, അതിനെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, അതിൽ നിന്നൊരെണ്ണം സെലക്ട് ചെയ്യുക, പിന്നെ അതിൽ നിന്നൊരെണ്ണം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ആ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ശരിയായോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻ നമ്മൾ ചെയ്യുക. സോ ഇതൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ്. പലതരത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് നോക്കാം പ്ലാനിങ്ങിൻ്റെ ടൈപ്സ്. എന്തൊക്കെ ടൈപ്പ് പ്ലാനുകളാണുള്ളത്. ബ്രെഡ്ത്ത്, അതായത് ഒരു പ്ലാനിന് എത്രത്തോളം പരപ്പുണ്ടെന്നുള്ളത്. ഓക്കെ, നമ്മൾ ഫിസിക്കൽ പരപ്പല്ല പറയുന്നത്, എത്രത്തോളം സാധ്യത അതിനുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പരപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ട്രാറ്റജിക് പ്ലാനുകൾ നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തു. ടോപ്പ് മാനേജ്മെൻ്റ് എടുക്കുന്ന വലിയ വലിയ തീരുമാനങ്ങൾ, കമ്പനി എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള വലിയ തീരുമാനങ്ങളാണ് എന്തിൽ, ബ്രെഡ്ത്തിൽ വരുന്നത്. ഓക്കെ, പിന്നീടുള്ളതാണ് ടാക്റ്റിക്കൽ പ്ലാൻ. അതായത് ബ്രെഡ്ത്ത് കൂടിയ പ്ലാനുകളാണ് സ്ട്രാറ്റജിക് പ്ലാൻ. അതിന് വളരെയേറെ സാധ്യതകളുണ്ട്, വളരെയേറെ പരപ്പുണ്ട്. ചെറിയ പ്ലാനുകളാണ്, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ചെറിയ പ്ലാനുകളാണ് ടാക്റ്റിക്കൽ പ്ലാൻ. അതെന്തിനുള്ള പ്ലാനുകളാണ്, ചെറിയ കാലയളവിലുള്ള, ഇപ്പോൾ 1 മാസത്തെ അല്ലെങ്കിൽ ഇന്ന ദിവസത്തെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന പ്ലാനുകളാണ് ടാക്റ്റിക്കൽ പ്ലാൻ. ഓക്കെ, സോ സ്ട്രാറ്റജിക്കും ഉണ്ട് ടാക്റ്റിക്കലും ഉണ്ട്, ബ്രെഡ്ത്ത് അനുസരിച്ച്, അതായത് അതിൻ്റെ സ്കോപ്പ് അനുസരിച്ചിട്ട്, എത്രത്തോളം അതിന് സാധ്യതയുണ്ടെന്നുള്ളതനുസരിച്ചിട്ട്. പിന്നെ ടൈം ഫ്രെയിം വെച്ചിട്ട് ലോങ് ടേം പ്ലാനുകളുണ്ട്. ഇപ്പം നമ്മുടെ ടോപ്പ് മാനേജ്മെൻ്റ് എടുക്കുന്ന പല ഡിസിഷൻസും എന്താണ്, ലോങ് ടേം ആണ്. അതായത് 10 വർഷത്തിൽ 10 ഇയേഴ്സിൽ നമുക്ക് ഇത്ര ഗ്രോ ചെയ്യണം, അതൊരു ലോങ് ടേം പ്ലാൻ അല്ലേ. ഷോർട്ട് ടേം പ്ലാൻ എന്ന് പറയുമ്പം ഇന്നത്തെ ദിവസത്തെ ഡേ ടു ഡേ പ്ലാനില്ലേ, ഡേ ടു ഡേ പ്ലാനുകളില്ലേ, അതായത് ഇന്ന് നമുക്കിത് മതി,
അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാനുകളാണ് ഷോർട്ട് ഡേ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന ചില പ്ലാനുകൾ ഉണ്ടാവും. അതിനെ എന്താ പറയുക, ഇൻ്റർമീഡിയറ്റ് പ്ലാനുകൾ. അതായത് ഇടക്കാലം, വളരെ ദീർഘകാലമല്ല എന്നാൽ വളരെ ഹ്രസ്വകാലമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്നതാണ് ഇൻ്റർമീഡിയറ്റ് പ്ലാനുകൾ. ഓക്കെ. പിന്നെ വരുന്നത് സ്പെസിഫിസിറ്റി, അതായത് എത്രത്തോളം വ്യക്തതയുള്ള പ്ലാനുകളാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വ്യക്തത കൂടിയ പ്ലാനുകൾ സ്പെസിഫിക് പ്ലാനുകൾ നമ്മൾ വിളിക്കും. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള പ്ലാനുകളായിരിക്കും. വ്യക്തത കുറച്ച് കുറഞ്ഞ പ്ലാനുകളെ നമ്മൾ എന്ത് വിളിക്കും, ഡയറക്ഷണൽ പ്ലാനുകളെന്ന് വിളിക്കും. ഓക്കെ. ഡയറക്ഷണൽ പ്ലാനിൽ എന്താ വരിക, അതിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാനുകളാണ് വരുന്നത്. അതായത് മാറ്റാൻ കുറേ കൂടി സാധ്യതകളുള്ള, കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞ, വളരെ ജനറൽ നേച്ചറുള്ള പ്ലാനുകളായിരിക്കും. അപ്പോൾ ജനറലായിട്ടുള്ള പ്ലാനുകളിൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ മാറ്റങ്ങൾ വരുത്താം. സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻ എന്നെങ്കിൽ എന്താണ്, ഇങ്ങനെ മാത്രമേ ഇന്ന കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സ്പെസിഫിക് പ്ലാൻ. ഓക്കെ. പിന്നെയാണ് ഫ്രീക്വൻസി, എത്ര തവണ ആ പ്ലാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. സിംഗിൾ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ ഉപയോഗിക്കാം. ഒബ്സലീറ്റ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒബ്സലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായി പോകുന്നതിനെയാണ് ഒബ്സലീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഉപയോഗം കഴിയുമ്പോൾ എന്താണ്, അത് ഒബ്സലീറ്റ് ആയി പോകും. ചിലപ്പോൾ നിങ്ങളുടെ മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ്, സിംഗിൾ യൂസ് പ്ലാന് ഒറ്റ തവണ ഉപയോഗിക്കാൻ പറ്റും. സ്റ്റാൻഡിങ് പ്ലാനുകൾ എന്താണ്, അതങ്ങനെ നിൽക്കും. ലോങ് ടേമിന് വേണ്ടിയുള്ളൊരു ഫ്രെയിം വർക്കാണ്. കുറേ കാലത്തേക്ക് ഈ ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പോൾ എന്താണ്, അതിങ്ങനെ സ്റ്റാൻഡ് ചെയ്യും, നിന്ന് നിലകൊണ്ട് പോകും. അതിനെയാണ് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്. സോ ഈ പ്ലാനുകളുടെ എല്ലാം പേരുകൾ പഠിച്ചു വെക്കുക, എന്താണ് ഈ പ്ലാനുകൾ എന്നുള്ളതും പഠിച്ചു വെക്കുക. ഇനി കുറച്ച് പ്ലാനുകളും കൂടിയുണ്ട്. പോളിസി എന്താണ്, ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ എന്ത് ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എന്താണ് ജനറലാണ്, അത് സ്പെസിഫിക് അല്ല, ജനറലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പം നമ്മൾ ഓർഗനൈസേഷനുകളിൽ റിക്രൂട്ട്മെൻറ്റ് പോളിസികളൊക്കെ ഇല്ലേ, അതുപോലത്തെ നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിന് ഒരു റഫായിട്ടുള്ളൊരു ഐഡിയ തരുന്നതാണ് എന്ത്, പോളിസി. പിന്നെയുള്ളതാണ് പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പുകളാണ്. ഇത് ഇങ്ങനെ ചെയ്യണം എന്നുള്ള സ്റ്റെപ്പുകളാണ്, ആക്ടിവിറ്റികൾ ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് നമുക്ക് കൂടുതലും പ്രൊസീജിയറിൽ വരുന്നത്. പ്രൊഡക്ഷൻ പോളിസി, ഓക്കെ, ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ പോളിസിയിൽ നമ്മൾ ഇന്ന കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ പോളിസിയിലെ സ്റ്റെപ്പുകൾ, അതാണ് പ്രൊസീജിയർ വരുന്നത്. പിന്നെ വരുന്നത് മെത്തേഡ്, ഒരു ടാസ്ക് ഇന്ന രീതിയിൽ തന്നെ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം. ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഇന്ന കണക്കിൻ്റെ പ്രോബ്ലം ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇന്ന മെത്തേഡ്സ് ഉണ്ടെന്ന്. പക്ഷേ ആ മെത്തേഡുകൾ വളരെ സ്പെസിഫിക് ആയിരിക്കും. കണ്ടോ, ഒരു സ്റ്റോക്ക് വാല്യുവേറ്റ് ചെയ്യണമെങ്കിൽ ഏത് രീതി നമ്മളുടെ കമ്പനിയുടെ സ്റ്റോക്സ്, ഷെയറുകൾ വാല്യുവേറ്റ് ചെയ്യും, അങ്ങനത്തെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്കലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് മെത്തേഡിൽ വരുന്നത്. ഓക്കെ. പിന്നെ റൂൾസ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാതിരിക്കുക, ഇന്നത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശിക്ഷ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് എന്ത്, റൂൾസ് എന്ന് നമ്മൾ പറയുന്നത്. നോ സ്മോക്കിംഗ്, നോ പാർക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് റൂൾസ്. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന, അതിൽ പോളിസി ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, റൂൾസ്, പ്രൊസീജിയേഴ്സ് എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വലിയ പ്ലാനിങ്ങിനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്, പ്രോഗ്രാം. ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ടാക്കണമെങ്കിൽ അതിൽ കുറേ റൂൾസ് ഉണ്ടാവും, കുറേ മെത്തേഡ്സ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ്, പോളിസി, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒന്നായിരിക്കും ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കാനുള്ള നമ്മുടെ പ്ലാന്. ഓക്കെ. പിന്നെ വരുന്നത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് എന്താണെന്ന് നമുക്കറിയാം, മണി ടേംസിൽ പ്ലാനിങ് ചെയ്യുന്നതാണ്. നമ്മുടെ വരവ് ഇത്ര രൂപയായിരിക്കും, നമ്മുടെ ചിലവ് ഇത്ര രൂപയായിരിക്കും, നമ്മുടെ അസറ്റ് ഇത്ര രൂപയാണ്, നമ്മുടെ ലോൺ ഇത്രയാണ്, ഇത്ര നമുക്ക് ലോൺ അടയ്ക്കാനുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് മണി ടേംസിൽ പറയുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ മെയിൻ ടൈപ്സ് ഓഫ് പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് 1 മാർക്കിൽ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേമുകൾ പഠിക്കാം. പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വേർഡ്സാണ്. MCDM, MCDA രണ്ടും ഏകദേശം ഒരു കോൺസെപ്റ്റാണ്. മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ഡിസിഷൻ അനാലിസിസ്. അതായത് നമുക്ക് ഒരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ
ഒരു കാറ് മേടിക്കണം എന്ന് വിചാരിച്ചോ. കാറ് മേടിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നോക്കുന്നത്? മൈലേജ് നോക്കും, നമ്മളതിൻ്റെ കളർ നോക്കുമായിരിക്കും, നമ്മളതിൻ്റെ എൻജിൻ കപ്പാസിറ്റി നോക്കും, നമ്മളതിൻ്റെ ഫീച്ചേഴ്സ് നോക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കത്തില്ലേ? ഇതെന്താണ്? മൾട്ടിപ്പിൾ ക്രൈറ്റീരിയയാണ്. പല 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 ക്രൈറ്റീരിയകൾ ഉണ്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്രൈറ്റീരിയകൾ വെച്ചിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ഡിസിഷൻ അനാലിസിസ്. ഓക്കെ, കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഡെൽഫി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെ ഒരുമിച്ചിരുത്തും, പക്ഷെങ്കിൽ അവരിൽ നിന്നെല്ലാം നമുക്കൊരു ഇൻപുട്ട് വേണം. ഇപ്പോൾ കുറേ ഡോക്ടേഴ്സ്, ഇപ്പോൾ ഒരു മരുന്നിനെ പറ്റി എത്രത്തോളം ആ മരുന്ന് നല്ലതാണ് ചീത്തയാണെന്നുള്ളത് ആ ഡോക്ടേഴ്സിനെ കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യിപ്പിക്കും. നമുക്ക് ആ ഡോക്ടേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വേണം. ഓക്കെ, സോ ആദ്യം ഈ ഡോക്ടേഴ്സ് എല്ലാം എന്താ, മറ്റാൾക്കാരറിയാതെ അവരുടെ സ്വയമേ ഉള്ള ഒപ്പീനിയൻ തരും ഡെൽഫി മെത്തേഡിൽ. അതിനുശേഷം അപ്പം എന്താണ്, ഒരാൾ അറിയുന്നില്ല വേറൊരാൾ എന്താ എഴുതിയിട്ടുള്ളതെന്ന്. അപ്പോൾ അവർക്ക് വളരെ എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് തരാൻ പറ്റും അതിൽ. അതിനുശേഷം അവർ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് നല്ലൊരു തീരുമാനത്തിലെത്തും. ഓക്കെ, പിന്നീടുള്ളതാണ് ഡിസിഷൻ എഞ്ചിനീയറിങ്. അതായത് നമ്മൾ കുറച്ച് ഇൻപുട്ടുകൾ, നമ്മുടെ കയ്യിൽ എത്രത്തോളം ഒരു കാര്യം പ്ലാൻ ചെയ്യാനുള്ള ഇൻപുട്ടുണ്ടോ ആ ഇൻപുട്ടെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യും? AI, മെഷീൻ ലേണിങ്, അതുപോലെ ഡേറ്റ അനാലിറ്റിക്സ്, അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളില്ലേ, ഇതെല്ലാം കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഡിസിഷനെ നമ്മൾ എൻജിനീയർ ചെയ്യും, നമുക്കുള്ള ഇൻപുട്സ് കൊണ്ടിട്ട് മെഷീൻ ലേണിങ്ങും എല്ലാം ഇൻവോൾവ് ചെയ്തിട്ട്. ഓക്കെ, സാറ്റിസ്ഫൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നതാണെന്ന് നിർബന്ധമില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് നേരത്തെ പറഞ്ഞ കാറിൻ്റെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ പല പല ക്രൈറ്റീരിയ ഉണ്ട്, നമുക്കൊരു കാർ മേടിക്കണം. നമ്മളെപ്പോഴും ആ ക്രൈറ്റീരിയയിലുള്ള ബെസ്റ്റ് കാർ ആയിരിക്കണം ചൂസ് ചെയ്യുന്നതെന്നില്ല. നമ്മളെന്താ ചെയ്യുക? നമ്മൾ അടുത്തുള്ളൊരു ഡീലറിൻ്റെ അടുത്ത് പോകുന്നു, അവിടെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചേർന്നൊരു കാർ കിട്ടുന്നെങ്കിൽ ആ കാർ നമ്മളങ്ങ് എടുക്കുന്നു. ഓക്കെ, അല്ലാതെ നമ്മൾ ഏറ്റവും നല്ല കാർ ഏതാണെന്ന് അന്വേഷിച്ച് അവസാനം വരെ പോകത്തില്ല. ഓക്കെ, അതിനാണ് സാറ്റിസ്ഫൈസിങ് എന്ന് പറയുന്നത്. ഈ ടേം ഇങ്ങനെയായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് സാറ്റിസ്ഫൈസിങ്? അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ അത് സാറ്റിസ്ഫൈസിങ് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒരുമിച്ച് കൂടി ആലോചിച്ചിരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ്. ഒരുപാട് പേരുടെ ഐഡിയാസ് അവിടെ അവർ കൊണ്ടുവരും. ഓക്കെ, ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഇതൊരു പ്രോബ്ലം ആണെന്ന് വിചാരിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പല വഴികളുണ്ട്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് വഴി ഇതാണ്, സെക്കൻഡ് വഴി ഇതാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണ് ഫസ്റ്റ് വഴി ചെയ്താൽ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെയുള്ള നമുക്ക് സാധ്യതകളുണ്ട്. സെക്കൻഡ് വഴിയാണ് ഇത് നമ്മുടെ സാധ്യത പ്രശ്നം. അങ്ങനെ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ട്രീ ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, PERT എന്ന് പറയുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. ഇതിൻ്റെ പേര് പഠിച്ചു വെക്കുക. PERT ഒരു പ്ലാനിങ് മെത്തേഡാണ്. നമ്മൾ ഈ പറഞ്ഞ ഡിസിഷൻ ട്രീ പോലെ സിമിലർ ആയിട്ടുള്ളൊരു സാധനമാണ്. വലിയ പ്രോജക്ട്സിന് വേണ്ടി, ഇത് നമ്മുടെ US-ൻ്റെ ഡിഫൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് PERT. വലിയ പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുക? ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതാണെങ്കിൽ ഇത്ര സമയം എടുക്കും, മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് ആണെങ്കിൽ അങ്ങനെ ചെയ്ത് വലിയ രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്? PERT എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഒരു ഡിസിഷൻ മേക്കിംഗ് മെത്തേഡാണ് PERT എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോൾ അതുപോലെ MCQ ചെക്ക് ചെയ്യാം, എത്രത്തോളം നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പോസ് ചെയ്യുക, എന്നിട്ട് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്സ്? പ്ലാനിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. ഐഡൻറ്റിഫൈങ് ഓൾട്ടർനേറ്റീവ്സ് അല്ലല്ലോ, ഇത് നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലേ. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മളിത് പറഞ്ഞിരുന്നു ഓൾറെഡി. ആദ്യം നമ്മളുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം, നമുക്ക് എന്താ വേണ്ടതെന്ന്. ഓക്കെ, അലോക്കേറ്റിംഗ് റിസോഴ്സസ് അല്ല, അത് പിന്നീടാണ് വരുന്നത്. ഡെവലപ്പിംഗ് പ്രിമൈസസ് ഇത് സെക്കൻഡ് ഫംഗ്ഷനാണ്, നമ്മൾ കണ്ടതാണ്. സോ എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. The planning process involves the use of assumptions about future conditions. These assumptions are known as,
നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രിമൈസസ്. ഓക്കെ, പ്രിമൈസസ് എന്നാണ് പറയുന്നത് നമ്മളുടെ ചുറ്റുപാടുകളെ പറ്റി, മുന്നോട്ട് വരാൻ പെടുന്ന കാര്യങ്ങളെ പറ്റി നമ്മളുണ്ടാക്കുന്ന ആ ഒരു പ്രിമൈസ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ വരുന്നത്? പ്രിമൈസ് ആണ് വരുന്നത്. A plan is created to address unexpected situations or emergencies is called as a അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാൻ സ്ട്രാറ്റജിക് പ്ലാൻ ആണോ? നമ്മൾ പറഞ്ഞു അത് ലോങ് ടേമിലേക്കുള്ള വലിയ പ്ലാനുകളാണ്, അതല്ല. ടാക്ടിക്കൽ പ്ലാൻ എന്താ? നമ്മൾ പറഞ്ഞു അത് ഡേ ടു ഡേ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ഒരു മാസത്തെ, ഒരു 4 മാസത്തെ, ഒരു 10 മാസത്തെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാനാണ് ടാക്ടിക്കൽ പ്ലാൻ. അപ്പോൾ അതല്ല. കണ്ടിൻജൻസി പ്ലാൻ നമ്മളിത് ഇതുവരെ ഡിസ്കസ് ചെയ്തില്ല, അതവിടെ വെക്കാം. ഓപ്പറേഷണൽ പ്ലാൻ. ഓപ്പറേഷണൽ പ്ലാൻ അല്ലല്ലോ, ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനുള്ളതല്ലേ ഓപ്പറേഷണൽ പ്ലാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് എന്ന് ആരെ വിളിക്കും? ഏറ്റവും താഴെയുള്ള ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ വിളിക്കും. നമ്മൾ ക്ലാസ് 3യിൽ പറഞ്ഞതല്ലേ. ഓക്കെ, സോ എന്താണ്? കണ്ടിൻജൻസി പ്ലാനാണ്. കണ്ടിൻജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എമർജൻസി എന്ന് തന്നെയാണ്. ഓക്കെ, സോ കണ്ടിൻജൻസി പ്ലാനാണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് എമർജൻസീസിന് വേണ്ടിയിട്ടൊക്കെയുള്ള പ്ലാനായിട്ട് ഉണ്ടാക്കുന്നത്. സോ ആ വേർഡ് ഓർത്ത് വെച്ചു, നമ്മൾ മുന്നോട്ടും അത് കൂടുതലായിട്ട് പഠിക്കും. പോസ് ചെയ്തോ, ആൻസേഴ്സ് നോക്കിക്കോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസേഴ്സിലോട്ട് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ടാക്ടിക്കൽ പ്ലാൻ? ടാക്ടിക്കൽ പ്ലാൻ നമ്മൾ പറഞ്ഞു എന്താണ്? സാധ്യത കൂടിയ പ്ലാനുകൾ സ്ട്രാറ്റജിക് പ്ലാനുകൾ, അത്രയും പരപ്പില്ലാത്ത പ്ലാനുകൾ എന്താണ്? ടാക്ടിക്കൽ പ്ലാനുകൾ. കമ്പനി പ്ലാനിങ് ഇറ്റ്സ് എക്സ്പാൻഷൻ ഓവർ ദ നെക്സ്റ്റ് 10 years. 10 years ഒരു വലിയ കാലയളവല്ലേ? ഇതെന്താണ്? നമ്മുടെ സ്ട്രാറ്റജിക് പ്ലാൻ അല്ലേ? നമ്മുടെ സ്ട്രാറ്റജിക് അല്ലേ? A manager outlining the steps for a department to achieve quarterly objectives. സാധ്യതയുണ്ടല്ലേ? നമുക്കവിടെ വെക്കാം. A plan that addresses how to handle potential business disruptions. പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനുള്ള പ്ലാൻ ആണോ ടാക്ടിക്കൽ പ്ലാൻ? നമ്മൾ അങ്ങനെയല്ലല്ലോ പഠിച്ചത്. A long term investment plan for the company. ലോങ് ടേം അല്ല. നിങ്ങൾ നോക്കിയ ഓപ്ഷൻ എയും ഡിയും ഒന്ന് തന്നെയാണ്, ലോങ് ടേമിലേക്കുള്ള പ്ലാനാണ് പറയുന്നത്. അപ്പോൾ രണ്ടും കൂടി എന്തായാലും ശരിയാവാൻ പോലും പറ്റില്ല. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വാട്ട് ടൈപ്പ് ഓഫ് പ്ലാൻ ഫോക്കസസ് ഓൺ ദ ലോങ് ടേം ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ അച്ചീവിങ് ദം? ലോങ് ടേം പ്ലാനിന് എന്താണുള്ളത്? ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ലോങ് ടേം പ്ലാൻ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാനുകളാണ് വരുന്നത്. കണ്ടിൻജൻസി പ്ലാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ടാക്ടിക്കൽ പറഞ്ഞു, ഓപ്പറേഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത മാനേജ്മെൻറ്റ് ഫംഗ്ഷനായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.